കേരള സർവകലാശാല വൈസ് ചാൻസലർ പുറത്താക്കിയ രജിസ്ട്രാറെ തിരിച്ചെടുത്ത് സിൻഡിക്കേറ്റ് യോഗം. വിസിയുടെ ചുമതല വഹിച്ച ഡോക്ടർ സിസ തോമസ് പ്രതിഷേധിച്ചിറങ്ങിപ്പോയി. സസ്പെൻഷൻ തുടരുമെന്ന് വിസി. ഇരുപക്ഷവും നാളെ ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിക്കും. രജിസ്ട്രാറെ പുറത്താക്കാൻ വിസിക്ക് അധികാരമില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. മകൾ നവമിയുടെ തുടർ ചികിത്സ ഏറ്റെടുക്കും. മക്കളിൽ ഒരാൾക്ക് സ്ഥിര ജോലി നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും അത്യാഹിത വാർഡിന്റെ പ്രവർത്തനം തുടങ്ങിയില്ല. അടഞ്ഞുകിടക്കുന്നത് ജീവനക്കാർ ഇല്ലാത്തതിനാൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി വിദഗ്ധ സംഘമെത്തി. ഹാങ്ങറിൽ വിമാനമെത്തിച്ച് തകരാർ പരിഹരിക്കാൻ ശ്രമം. തകരാർ പരിഹരിച്ചില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചുമാറ്റി വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. മലപ്പുറം കാളിക്കാവിലെ നരഭോജി കടുവ കൂട്ടിലായി. കടുവയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. കടുവയെ കാട്ടിലേക്ക് തുറന്നു വിടില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. നവതിയുടെ നിറവിൽ ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ. കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും ധാർമ്മികതയുടെയും ശാശ്വത പ്രതീകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിൻഗാമിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ രാജ്യം ദലൈലാമയ്ക്കൊപ്പമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും രാജീവ് രഞ്ജൻ സിംഗും. പിൻഗാമിയെ നിശ്ചയിക്കാൻ ദലൈലാമയ്ക്ക് അധികാരമില്ലെന്ന് ആവർത്തിച്ച് ചൈന.